എന്താണ് ഓൺലൈൻ റിപ്പീറ്റർ ആയിരുന്നപ്പോൾ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എന്താ തോന്നി? നമ്മൾ സ്വയം ഡ്രൈവ് ചെയ്യണ മാതിരിയാണ്. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാം. പരീക്ഷകൾ തന്നെയാണല്ലോ നമ്മൾ ഹെൽപ്ഫുൾ ആക്കണത്. ബ്രെയിനിൽ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ പരീക്ഷ ചോദിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ ഡിഫിക്കൽട്ട് ആണ് നമ്മൾ ഏത് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ അല്ലേ? സെൽഫ് മോട്ടിവേറ്റഡ് ആണെങ്കിൽ നമുക്ക് എത്ര ഹൈയിലും പോവാം. ഓക്കെ, നമ്മളെ ലിമിറ്റ് ചെയ്യാൻ ഒന്നുമില്ല. ടൈം ഒക്കെ നമ്മളെ ഇഷ്ടത്തിനാണ്. ഹായ്, 2024 നീറ്റിൽ നിന്ന് സൈലത്തിന്റെ ഓൺലൈൻ ബാച്ചിൽ നിന്ന്, ഓൺലൈൻ ഫീനിക്സ് ബാച്ചിൽ നിന്നുള്ള ടോപ്പറാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. ആദിൽ അബ്ദുൽ ഖാദർ. 695 ആയിരുന്നു ആദിലിന്റെ 2024 നീറ്റിലെ സ്കോർ എന്ന് പറയുന്നത്. ഹായ് ആദിൽ. ഹായ്. ആദിലിന്റെ വീട് എവിടെയാ? പെരിന്തൽമണ്ണയ്ക്കടുത്ത്. അതിൽ റിപ്പീറ്റർ ആണോ റീ റിപ്പീറ്റർ ആണോ? റീ റിപ്പീറ്റർ ആണ്. ഓക്കെ, അപ്പോ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിരുന്നു അതിൽ? റീ റിപ്പീറ്റ് ചെയ്തതല്ല, കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. ഓക്കെ, ഓൺലൈൻ ഫീനിക്സ് ബാച്ചിലായിരുന്നു അല്ലേ? ഫീനിക്സിൽ അതിലെ സ്കോർ 695. കഴിഞ്ഞ തവണ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതിയപ്പോൾ എത്രയായിരുന്നു സ്കോർ? 521. അത് ഓഫ്ലൈൻ ആയിരുന്നു. അപ്പൊ ഓഫ്ലൈനായി റിപ്പീറ്റ് ചെയ്ത് 521 സ്കോർ ചെയ്തിട്ടാണ് പിന്നെ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ട് ഈ ഒരു വലിയ സ്കോറിലേക്ക് എത്തിയത്. വെരി ഗുഡ്. അപ്പോൾ ഓഫ്ലൈൻ്റെയും ഓൺലൈൻ്റെയും കാര്യങ്ങളെല്ലാം, ഡിഫറൻസുകളും അഡ്വാൻറ്റേജുകളും ഡിസ്അഡ്വാൻറ്റേജുകളും ഒക്കെ അതിൽ നന്നായിട്ട് അറിയാം അല്ലേ? എന്താണ് ഓൺലൈൻ റിപ്പീറ്റർ ആയിരുന്നപ്പോൾ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എന്താ തോന്നി? ഓൺലൈൻ ആകുമ്പോ നമ്മൾ സ്വയം ഡ്രൈവ് ചെയ്യണ മാതിരിയാണ്. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാം. ടെൻഷൻ ഫ്രീ ആണ്. എക്സാമിന്റെ റിസൾട്ട് വന്നാലും അത്ര മാർക്ക് കുറഞ്ഞു പോയാലും നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ. അല്ലെ, നമുക്ക് നമ്മളായിട്ട് കമ്പയർ ചെയ്ത് വേറെ ആരും കമ്പയർ ചെയ്യണ്ട. സ്വയം കമ്പയർ ചെയ്ത് അങ്ങനെ കയറി പോകാം. ഓക്കെ, പക്ഷെ എക്സാമിന്റെ മാർക്ക് കുറയുന്ന സമയത്തൊക്കെ മെന്റർ സംസാരിക്കുകയില്ലേ? മെന്റർ ഉണ്ടായിരുന്നല്ലേ? മെന്റർ ഒരിക്കലും നമ്മളെ കുറ്റപ്പെടുത്തിയില്ല. ആയിട്ട് ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ കാരണങ്ങൾ ചോദിക്കും. അത് നമുക്ക് തെറ്റ് മനസ്സിലാക്കണല്ലേ, എങ്ങനെ മാർക്ക് കുറഞ്ഞു, എന്നാലും നമുക്ക് നെക്സ്റ്റ് ടൈം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റാലോ. ഓക്കെ, അപ്പോ നമ്മളൊരു ക്ലാസ്സുകളെ കുറിച്ച് അതിൽ എന്താ തോന്നിയിട്ടില്ല? ഓൺലൈനായി റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ച്. ഓൺലൈൻ ക്ലാസ്സിന്റെ ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് ആയി തോന്നിയത്, ഞാൻ ലൈവ് ക്ലാസ് അധികം കാണില്ല. ലൈവ് ചില സമയത്ത് മാത്രം. അതുകൊണ്ട് തന്നെ അധികം സാറ് ഡൗട്ടിന്റെ ഇതിൽ കണ്ടില്ല. ഈ ഒരു പേര് ഞാൻ ചാറ്റ് ബോക്സിൽ അങ്ങനെ കണ്ടൊരു ഓർമ്മ എനിക്കില്ല. ഞാൻ ലൈവ് ആയിട്ട് അധികം കാണില്ല. കാരണം റെക്കോർഡഡ് ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ലൈവ് തന്നെ റെക്കോർഡായിട്ട് അവിടെ കിടക്കുകയും ചെയ്യും. ഇഷ്ടമുള്ള സമയത്ത് കേൾക്കാം, ഇഷ്ടമുള്ള സ്പീഡിൽ കേൾക്കാം. ഓക്കെ, പെട്ടെന്ന് ഇങ്ങനെ തിയറി ഒന്ന് ഓടിച്ചു വിട്ടിട്ട് പിന്നെ സ്വയം പഠിക്കുക, അതായത് സ്വയം ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, അപ്പോഴാണല്ലോ അധികം ബ്രെയിനിൽ നിൽക്കുക. അതെ. അപ്പൊ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് പുറമെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യായിരുന്നല്ലേ? ചെയ്യും. ലാസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം പോസ്റ്റ് ചെയ്യും. അത് ഓൺലൈൻ പഠിക്കണമായി തന്നെ ഒന്ന് പോസ്റ്റ് ചെയ്യും. എനിക്ക് സ്വയം കിട്ടുന്നുണ്ടോ നോക്കും. ഇത് കിട്ടുന്നില്ലെങ്കിൽ പ്ലേ ചെയ്ത് എങ്ങനെ ചെയ്യാന്ന് മനസ്സിലാക്കും. അപ്പോ അങ്ങനെ ചെയ്താലുള്ള ഒരു ഉപകാരം വെച്ചാല് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കണ്ട. നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് മാത്രം നോട്ട് ചെയ്ത് അങ്ങനെ പോയാൽ മതി. കാരണം ബാക്കിയൊക്കെ അവിടെ ഉണ്ടാവില്ലേ, എപ്പോഴും നമുക്ക് റെഫർ ചെയ്യുകയും ചെയ്യാം അല്ലെ? നമുക്കിപ്പോൾ ഇടയ്ക്ക് ഉറങ്ങി കിടക്കുന്നതിനിടയിൽ വേണമെങ്കിൽ പോലും നമുക്ക് ഓർമ്മ വരുമ്പോൾ ഉടനെ റെഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെ ഓൺലൈനിലെ ക്ലാസ്സുകളുടെ ഒരു ക്വാളിറ്റി, ഓൺലൈനിലെ ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫാക്കൽറ്റീസ് ബെസ്റ്റ് ക്ലാസ്സസ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. നമ്മുടെ പരീക്ഷകളോ, കാരണം ഒരുപാട് ആളുകളുടെ വിചാരം എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനായി പഠിക്കുന്ന സമയത്ത് പരീക്ഷകളൊന്നും പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരോട് എന്താണ് അതിൽ പറയാനുള്ളത്? ഓൺലൈനായിട്ട് പഠിക്കുന്നത് പരീക്ഷകൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പരീക്ഷ ഞാൻ ഓഫ്ലൈനായി ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ടെൻഷൻഡ് ആയിട്ടാണ് ഓരോ പരീക്ഷയും ഇഷ്ടമില്ലാതെ പോയിട്ട് എഴുതിയിരുന്നത്. ഓക്കെ, ഓൺലൈൻ ആകുമ്പോൾ ഞാൻ സ്വയം പോയി എഴുതണം. എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ തന്നെ അങ്ങോട്ട് പോയി അറ്റോക്ക് ചെയ്യണ മാതിരിയാണ്. അപ്പൊ ഞാൻ മാക്സിമം പരീക്ഷ എഴുതാനാ കംപ്ലീറ്റ് ശ്രമിച്ചത്. ഓക്കെ, അപ്പോൾ പരീക്ഷ എത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ സൈലത്തിന്റെ അങ്ങനെ ടൈം ടേബിൾ അനുസരിച്ചുള്ള പരീക്ഷ അല്ലെങ്കിലും വേറെ ഉണ്ട്, ആപ്പിൽ അവൈലബിൾ ആണ്. ഞാൻ ഓരോ പരീക്ഷ അങ്ങോട്ട് പോയി ഇരുന്ന് എഴുതി. ഓക്കെ, അപ്പൊ മാക്സിമം നമ്പർ ഓഫ് പരീക്ഷകൾ അതിൽ എഴുതിയിട്ടുണ്ട് അല്ലെ? നമുക്ക് ശരിക്കും ഒരുപാട് പരീക്ഷകൾ, കാരണം ഡെയിലി ക്യൂസ് ഉണ്ടായിരുന്നു അല്ലെ? ഓരോ ദിവസത്തെയും ക്ലാസ് കഴിയുമ്പോൾ ഡെയിലി ക്യൂസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് വീക്ക്ലി എക്സാമുകളുണ്ട്. അത് കഴിഞ്ഞ് ഗ്രാൻഡ് ടെസ്റ്റുകളും GABകളും ഉണ്ട് അല്ലെ? എല്ലാ GABകളും അതിൽ എഴുതിയിരുന്നോ? എല്ലാ GAB ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഓഫ്ലൈൻ ആയിട്ട് അല്ലാതെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഓൺലൈനും. ഓക്കെ, GABകൾ ഈ പരീക്ഷകളൊക്കെ റിസൾട്ട് വളരെ പെട്ടെന്ന് വരാറുണ്ടോ? GAB കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും മറ്റേ ഓൺലൈൻ ആയിട്ട് എഴുതണ ആദ്യം ഉണ്ടായിരുന്ന പരീക്ഷകൾ മൊമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കാണാം. അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ്. മറ്റേത് ഓഫ്ലൈൻ ആകുമ്പോൾ ആ റിസൾട്ടിന് കുറെ വെയിറ്റ് ചെയ്യണം. ഏതൊക്കെ കറക്റ്റ് ഏതൊക്കെ റോങ് എന്നൊക്കെ നമ്മള് പിന്നീട് ആൻസർ കീ വെച്ച് ചെക്ക് ചെയ്യണം. ഇത് ആപ്പില് ഒരു സെക്ഷനിൽ മുഴുവൻ കറക്റ്റ് ആൻസേഴ്സ് കാണാം.
ഏതൊക്കെ തെറ്റിയതിന് വേറെ സെക്ഷനിൽ ഒക്കെ ടാബ് ആക്കി വെച്ചു. ഓക്കെ. നമുക്ക് അവിടെ ഒരു എഫേർട്ട് അധികമില്ല. ഓൺലൈനായിട്ട് എക്സാം എഴുതുമ്പോൾ ഒക്കെ പെട്ടെന്ന് കാര്യങ്ങൾ ടൈം നല്ല യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഈ പരീക്ഷകൾ നീറ്റ് എക്സാമിന് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും അതിൽ? പരീക്ഷകൾ തന്നെയാണല്ലോ നമ്മളെ ഹെൽപ്ഫുൾ ആക്കണത്. ബ്രെയിനിൽ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ പരീക്ഷ ചോദിക്കുന്നത് സാധാരണ നമ്മൾ ഈ ഒരു 20-25 ലാക്ക് ഓഫ് സ്റ്റുഡൻസ് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും അല്ലേ? അപ്പൊ ആ ഒരു ടെൻഷൻ ഇല്ലാതാക്കാൻ ഈ പരീക്ഷകൾക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് എല്ലാ കൺസെപ്റ്റും അറിയാമെങ്കിലും പരീക്ഷയ്ക്ക് ചിലപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എക്സാമിന് അതിൻ്റെതായ കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. ടൈമിനനുസരിച്ച് കഴിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് പരീക്ഷകൾ നമ്മൾ അറ്റൻഡ് ചെയ്ത് ശീലമാവണം. അപ്പൊ അതിൽ എനിക്ക് കിട്ടിയ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാല് അറിയാത്ത ക്വസ്റ്റ്യൻസിൽ പിന്നെ ഒന്നും ചെയ്യാൻ നിൽക്കുക, അറിയില്ല എന്ന് തോന്നിയ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വേഗം സ്കിപ്പ് ചെയ്ത് പോവുക. അതിങ്ങനെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എക്സാം എഴുതി ശീലിച്ചപ്പോൾ അവർ കിട്ടിയൊരു ഇതാണ്. അതുകൊണ്ട് എന്താന്ന് വെച്ചാല് ഒരിക്കലും ടൈം തികയാതെ വന്നിട്ടില്ല. സാധാ 3 hour 20 minutes ആണെങ്കിൽ 3 hour കൊണ്ടിന്റെ ഫിനിഷ് ചെയ്യും. സത്യം പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ ഡിഫിക്കൽട്ട് ആണ് നമ്മൾ ഏത് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ അല്ലേ? കാരണം അതാണ് നമ്മുടെ സമയം കൂടുതൽ അപകരിക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു പരീക്ഷകൾ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എപ്പോഴെങ്കിലും 695 എന്ന് പറയുന്ന ഒരു മാജിക് ഫിഗറിലേക്ക് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല. അതിന് താഴെയായിരുന്നു മുമ്പത്തെ പരീക്ഷകളിലൊക്കെ അതിന് താഴെയായിരുന്നു. ഓക്കെ. ഫസ്റ്റ് ടൈം ആണ് 695ലേക്ക് എത്തുന്നത്. ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. ആ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് എനിക്ക് ഒരു സ്കോർ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നോ അതില്? ഇല്ല, ഞാൻ പരീക്ഷ ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് കഴിയും. ഞാൻ ഓഫ്ലൈൻ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതുന്നതിനേക്കാളും എത്രയോ പെട്ടെന്ന് ശരിക്കത്തെ നീറ്റ് പരീക്ഷ എന്റെ കഴിഞ്ഞു. അതായത് അത്രയും സ്പീഡിൽ ഞാൻ ഒന്നും ആലോചിക്കാൻ നിന്നിട്ടില്ല. അറിയാത്ത ക്വസ്റ്റ്യൻ അപ്പൊ സ്കിപ്പ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ 5 o'clock മുമ്പ് എന്റെ എക്സാം കഴിഞ്ഞു. അപ്പൊ പിന്നെ കുറെ ടൈം കിട്ടി. അങ്ങനെയാണ് ഞാൻ 5 ക്വസ്റ്റ്യന് തെറ്റിച്ചത്. അപ്പൊ അതിന്റെ ഒരു ടെൻഷനിലാണ് ഞാൻ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയത്. ഞാൻ കീ നോക്കിയപ്പോ മാഷാ അള്ളാ കുഴപ്പമില്ല, 5 ക്വസ്റ്റ്യന് തെറ്റിട്ടു. ആദ്യം 6 ക്വസ്റ്റ്യൻ തെറ്റിയെന്ന് വിചാരിച്ചു. പിന്നെ കീയില് മോഡിഫിക്കേഷൻ വന്നല്ലോ, അപ്പം 5 ക്വസ്റ്റ്യൻസ് തെറ്റിട്ടുണ്ട്. അപ്പൊ ആദ്യം 690 എന്നാണ് വിചാരിച്ചത്, പിന്നെ 95 വന്നെ. ഓക്കെ. അപ്പൊ ഇനി ഓൺലൈൻ ആയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന ആളുകളോട് ഒരു ഓൺലൈൻ റിപ്പീറ്ററിന്റെ ഒരു അനുഭവം എന്നുള്ള രീതിയിൽ എന്താണ് അതിൽ പറയാനുള്ളത്? ഓൺലൈൻ റിപ്പീറ്റർ ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് യു ക്യാൻ സെൽഫ് മോട്ടിവേറ്റഡ് ആണെങ്കിൽ നമുക്ക് എത്ര ഹൈയിലും പോവാം. ലിമിറ്റ് ചെയ്യാൻ ഒന്നുമില്ല. ടൈം ഒക്കെ നമ്മളെ ഇഷ്ടത്തിനാണ്. കാരണം നമ്മുടെ വീട്ടിൽ ഇരുന്നിട്ടാണ് നമ്മുടെ പാരന്റ്സിനും ബാക്കിയുള്ള ആളുകൾക്കും ഒപ്പം ഇരുന്നിട്ടാണ് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഇഷ്ടമുള്ള സമയത്ത് ഉറക്കാം, മറ്റേത് ക്ലാസ്സിന് ഉറക്കം വിരലിന്റെ സ്ഥിരം സ്വഭാവമാണ്. അത് വീട്ടിന്റെ ആ പ്രശ്നമില്ല. ഉറക്കം വരുന്ന സമയത്ത് ഉറങ്ങാം, ക്ലാസ് ഉണ്ടെങ്കിൽ റെക്കോർഡൊക്കെ ഉണ്ടാവും, രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കാം, പിന്നെ രാവിലെ ഉറക്കം വന്നാൽ ഉറങ്ങാം. അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഓൺലൈനിലുണ്ട്. ഓക്കെ. അപ്പോ അതിലൊരു സ്വപ്നം ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണം MBBS? എന്റെ സ്കോർ വെച്ച് കേരളത്തില് ഏറ്റവും ടോപ്പ് കോളേജിൽ പഠിക്കാൻ അതിലപ്പുറമുള്ള നോക്കുന്നില്ല. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാ ആഗ്രഹങ്ങളും സഫലമാവട്ടെ. ഒരു ഗംഭീര ഡോക്ടറായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.